എടാ മമ്മു, ഫിത്തർ സക്കാത്തിൻ്റെ അരി കൊണ്ടുപോയി കൊടുത്തേ, 5 പേർക്ക് കൊടുക്കാനുണ്ട്. ദൂരെയാണ് അടുത്താണോ? ദൂരമൊക്കൊന്നും പോകണ്ട, ഇവിടെ അടുത്താണ്. ഇവിടെ ആർക്ക് കൊടുക്കണ്ടേ? ഒരെണ്ണം വെല്ലുമിച്ചിക്ക് കൊടുക്ക്, ഒരെണ്ണം ഉസ്താദിന് കൊടുക്ക്, ഒരെണ്ണം സൂറാക്ക് കൊടുക്ക്, പിന്നെ കുഞ്ഞാത്തൂന് കൊടുക്ക്, പിന്നെ ഒരെണ്ണം ജാസ്മിക്ക് കൊടുക്ക്. ലാസ്റ്റ് പറഞ്ഞ ജാസ്മിത്തെ ഏത് മമ്മി? ആ ഗഫൂർക്കാടെ വൈഫ്. അമ്മ ഇത് കഴിവില്ലാത്തവർക്കല്ലേ കൊടുക്കേണ്ടത്, കഴിവുള്ളവർക്കല്ലല്ലോ. അവരെല്ലാ വർഷവും നമുക്ക് ഫിത്തർ സക്കാത്ത് തന്നതാണ്, അതുകൊണ്ട് അവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച്. മമ്മി അവർ നല്ല കഴിവുള്ളവരാണ്, അവർക്ക് കൊടുക്കണോ? അവരുടെ പുതിയ വീടിൻ്റെ ഇപ്പുറത്തുള്ള ഒരു പഴയ തറവാടില്ലേ, അവിടെ പുതിയ വാടകക്കാരൊന്നുണ്ട്, അവർക്ക് കൊടുത്താൽ പോരെ. അവരാരെ എന്താണെന്നൊക്കെ അറിയാതെ അവർക്ക് എങ്ങനെ കൊടുക്കണേ? നീ ഇപ്പോൾ തൽക്കാലം ഇത് കൊണ്ടുപോയി കൊടുക്ക്. അപ്പോൾ ബാക്കി 3 എണ്ണോ? അതകത്തുണ്ട്, ഇതാദ്യം കൊണ്ടുപോയി കൊടുത്തിട്ടോ, എന്നിട്ട് അത് കൊടുക്കാം. ഇന്ന് ഇതാ ഫിത്തർ സക്കാത്തിൻ്റെ അരി. ഇന്ന് ഫിത്തർ സക്കാത്തിൻ്റെ അരി. ഉമ്മി ആ 3 മറുപടി എടുത്തോ. 3 എണ്ണം കൊടുത്ത്, ഇനി വെല്ലുമിച്ചിട്ട് ജാസ്മിൻ താത്തേനെ കൊടുക്കണം. ഇനി ജാസ്മിൻ താത്തേൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ അരി അവർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ? വാടകക്കാർക്ക് കൊടുക്കാം. ആ പയ്യൻ എന്നെ നോക്കണ്ടായി. ഫിത്തർ സക്കാത്തിൻ്റെ അരിയാ, മേടിച്ചോ. എന്താ നിന്റെ പേര്? മുഹമ്മദ് ആദിന. ആണോ? എൻ്റെ പേര് മുഹമ്മദ് ആദിൽ എന്നാണ്. ശരിയെന്നാ. എല്ലാത്തിനും ഈ പരിശുദ്ധ റമളാനിൽ എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും നിങ്ങളുടെ വിലയേറിയ ദുആ ഞാൻ പ്രതീക്ഷിക്കുന്നു.